വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഒരിക്കൽ കൂടെ എല്ലാവരും വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളെല്ലാം പാസ്റ്റർ ഈ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ എന്ന ഡയറി കഴിഞ്ഞ ദിവസം പലർക്കും വാങ്ങാൻ ലഭിച്ചു. ജസ്റ്റ് 100 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡയറിയിലുള്ള ഓരോ ദിവസവും ഉള്ള വേർഡും ഓരോ ദിവസമുള്ള തോട്ടും അനുസരിച്ചാണ് പാസ്റ്റർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും. സോ അതിനുവേണ്ടി എല്ലാം നമുക്ക് തയ്യാറെടുക്കാം. ബട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു കീ സ്പോൺസറുണ്ട്, ഒരു കോ സ്പോൺസറുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ കീ സ്പോൺസർ എടപ്പള്ളിയിൽ നിന്ന് ബിനു ഫിലിപ്പ് ബ്രദറാണ്. ഇന്ന് മകൾ നേഹയുടെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ നേഹ. മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. CS എഞ്ചിനീയറിങ്ങിനുള്ള പ്രവേശന പരീക്ഷയ്ക്ക് കർത്താവെ തയ്യാറെടുക്കുന്ന സമയമാണല്ലോ. കർത്താവ്, ദൈവഹിത പ്രകാരമുള്ള കോളേജിൽ പ്രവേശനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതിനുള്ള വഴികൾ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ കർത്താവ്, മകൾക്ക് ദൈവഭയമുള്ള ഫ്രണ്ട്സിനെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാവിയിലുള്ള എല്ലാ ഡിസിഷൻസും കർത്താവിൻ്റെ പൂർണ്ണ ഹിതത്തിനനുസരിച്ച് എടുക്കുവാനുള്ള വലിയൊരു ഡിവൈൻ എനേബിൾമെൻറ്റ് ആൻഡ് ഹോളി സ്പിരിറ്റിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആ മകളുടെ മൈഗ്രെയിൻ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഫാദർ, ഞങ്ങൾ ബിനു ഫിലിപ്പ് ബ്രദറിനെയും സിസ്റ്റർ ആൻസിനെയും ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ദൈവമേ, ഒരു വലിയൊരു രോഗസൗഖ്യം അവരുടെ ലൈഫിൽ കാണട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും സൗഖ്യമാകട്ടെ. ഗോഡ്, ഐ പ്രേ ദാറ്റ് യു വിൽ ബ്ലെസ് ദം വിത്ത് യുവർ ഡിവൈൻ ഹെൽത്ത്. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഗുജറാത്തിൽ നിന്നൊരു വെൽവിഷർ സിസ്റ്ററാണ് ഇന്നത്തെ സെക്കൻഡ് സ്പോൺസർ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് മകൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ദ ഡേ. അപ്പോൾ തന്നെ ജാനുവരി 16 നാളെ വെൽവിഷറിൻ്റെ വിവാഹ വാർഷികമാണ്. അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് ടു ഓൾ ഓഫ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, മകനെ എസ്പെഷ്യലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നുള്ളൂ. കർത്താവിന് വലിയൊരു അനുഗ്രഹം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 12th നല്ല മാർക്ക് കൊടുത്തതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവെ, അപ്പോൾ തന്നെ ദൈവ പൈതലായി വളരുവാൻ, മുൻപിലേക്ക് പോകുവാൻ പഠനത്തിൽ കർത്താവ് കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരം അനുസരിച്ചുള്ള ഒരു നല്ലൊരു ദാമ്പത്തിക ജീവിതം കർത്താവെ ഈ കുടുംബത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ കൃപ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ഫാമിലിയെ ബ്ലെസ് ചെയ്യുന്നു. ഗുജറാത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഫോർ സ്പോൺസറിങ് ഇന്നത്തെ 2 ഫാമിലീസും. താങ്ക് യു ഫോർ കമ്മിങ് ഫോർവേഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ഒത്തിരി പേരെ സ്പോൺസർ ചെയ്യാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. ഓവർ ടു പാസ്റ്റർ ഡാമിയൻ ഫോർ ടുഡേയ്സ് വേർഡ്. വെൽക്കം ബാക്ക്. ഇന്നത്തെ ഫോക്കസ് വേർഡിലേക്കും ഫോക്കസ് വേഴ്സിലേക്കും ഡെക്ലറേഷനിലേക്കും ബൈബിൾ റീഡിംഗ് പ്ലാനിലേക്കൊക്കെ നമ്മൾ പോകാൻ പോവുകയാണ്. എത്ര പേർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡയറി, അതിലെഴുതിയിരിക്കുന്ന ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ എന്നാണ്. അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് എ ഡിവോഷണൽ ഡയറി. നാം ദൈവസന്നിധിയിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ലഭിക്കുന്ന ധ്യാന ചിന്തകൾ, ദൈവം നമുക്ക് നൽകുന്ന പുതിയ റെവലേഷൻസ്, ഇതെല്ലാം ഇതിൽ റെക്കോർഡ് ചെയ്യാം. ഈ വർഷം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ഓരോ ദിവസവും ഇതിൽ കൊടുത്തിരിക്കുന്നത് എലാബറേറ്റ് ചെയ്ത് ഒരു കോച്ചിങ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് റിസീവ് ചെയ്യാൻ കഴിയും. ജനുവരി 15 തേഴ്സ്ഡേയിലെ പേജ് എടുക്കുക. അതിലെ ഫോക്കസ് വേർഡ് അനോയിൻറ്റിങ്. വാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വേർഡാണ് അനോയിൻറ്റിങ്. ആൻഡ് ഫോക്കസ് വേർഡ്സ് അനോയിൻറ്റിങ്, അഭിഷേകം. അതുകൊണ്ട് എല്ലാവരും തന്നെ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ യൂട്യൂബിലൊക്കെ കാണുന്നവർ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്നവർ അവിടെ അനോയിൻറ്റിങ്, അഭിഷേകം, അഭിഷേകം, അഭിഷേകം. ഒരാൾ തന്നെ 10-15 പ്രാവശ്യം ടൈപ്പ് ചെയ്തിടുക. ബിക്കോസ് വി ആർ ഇൻട്രാക്ടിങ് വിത്ത് ദാറ്റ് വേർഡ് ആൻഡ് വി ആർ ഇൻട്രാക്ടിങ് വിത്ത് ദാറ്റ് എക്സ്പീരിയൻസ് ഫ്രം ദ ലോർഡ്, ദി അനോയിൻറ്റിങ്, അഭിഷേകം. സങ്കീർത്തനങ്ങൾ 23:5 യു അനോയിൻറ്റ് മൈ ഹെഡ് വിത്ത് ഓയിൽ, മൈ കപ്പ് ഓവർഫ്ലോസ്. എൻ്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. ഗോൾഡൻ സാം എന്നറിയപ്പെടുന്ന
സുവർണ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന സങ്കീർത്തനത്തിലെ 5-ാമത്തെ വചനമാണ്. ഡെക്ലറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ഓയിൽ ഈസ് പോർഡ് ഓവർ മീ ടുഡേ. ഇന്ന് എൻ്റെ ശിരസിൽ പുതിയ എണ്ണ കർത്താവ് ഒഴിക്കുന്നു. ഐ ഓപ്പറേറ്റ് ഇൻ സൂപ്പർ നാച്ചുറൽ ഗ്രേസ് ആൻഡ് പവർ. അമാനുഷികമായ അസാധാരണമായ കൃപയിലും ശക്തിയിലും ഞാൻ പ്രവർത്തിക്കും. അതാണ് നമ്മുടെ ഡെക്ലറേഷൻ. ഇന്ന് ദൈവം എൻ്റെ ശിരസിന്മേൽ പുതിയ എണ്ണ ഒഴിക്കുന്നു. അതുപോലെ അമാനുഷികമായ ശക്തിയിലും കൃപയിലും ഞാൻ ഇന്ന് പ്രവർത്തിക്കും. അതാണ് ഇന്നത്തെ നമ്മുടെ ഡെക്ലറേഷൻ. ബൈബിൾ റീഡിംഗ് പ്ലാൻ ദയവായി ആ പേജിൽ നോക്കി ഇന്ന് തന്നെ വായിച്ച് തീർത്ത് അതിൽ ടിക്ക് ചെയ്യുക. എന്താണ് അഭിഷേകം? എല്ലാവർക്കും കിട്ടുമോ? അതോ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ചില ദൈവദാസന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണോ അഭിഷേകം? നോ, ഇറ്റ് ഈസ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും ദൈവം അഭിഷേകം നൽകും. നിരവധി അഭിഷേകങ്ങളുണ്ട്. പലർക്കും പല അഭിഷേകമാണ് ലഭിക്കുന്നത്. ഏറ്റവും സരളമായ ഭാഷയിൽ പറഞ്ഞാൽ വാട്ട് ഈസ് അനോയിൻറ്റിങ് എന്ന് ചോദിച്ചാൽ, അനോയിൻറ്റിങ് ഈസ് ഡിവൈൻ എനേബിൾമെൻറ്റ്. ദൈവികമായ ഒരു ശക്തീകരണമാണ് അഭിഷേകം. ദാറ്റ് വിച്ച് വി സ്ട്രഗിൾ ടു ഡു മാനുവലി ഓർ in a human way, God enables us, God empowers us through His anointing to do it easily. നമുക്ക് സാധാരണ രീതിയിൽ മാനുഷികമായി ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്താൽ ഒരു ശക്തി പ്രാപിച്ച് അനായാസേന വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയുന്ന ഈ ദിവസം പലർക്കും അവരവർക്കുള്ള അഭിഷേകം എന്താണെന്ന് തിരിച്ചറിയാനും മറ്റനേകർക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്ത് തീർക്കാനും ദൈവം കൃപ തരും. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ സ്ട്രഗിൾ മാറിപ്പോകുന്നു. എല്ലാവിധ വളരെ കഷ്ടപ്പെട്ട് തകർന്ന് അധ്വാനിച്ച് ചെയ്യുന്ന കാര്യം വളരെ ഈസിയായി ചെയ്യുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മെ സഹായിക്കും. So God is releasing fresh oil to function better. ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുവാൻ ദൈവം തൻ്റെ പുതിയ എണ്ണ ഇന്ന് നമ്മെ തേപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അഭിഷേകം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വി വിൽ ബി ഡ്രൈ ആൻഡ് വി വിൽ ഹാവ് സ്ട്രെയിൻ. ഭയങ്കരമായി ഞാൻ സാധാരണ പറയുന്ന പോലെ ഒരു വലിയൊരു മെഷീൻ, അതിനകത്ത് അതിൻ്റെ ലൂബ്രിക്കൻ്റ് ഇല്ലെങ്കിൽ, ഓയിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പാർട്സിൽ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭയങ്കരമായ ശബ്ദം ഉണ്ടാക്കും. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ എനിക്കൊരു ഹീറോ ഹോണ്ട CD100 ബൈക്കുണ്ടായിരുന്നു. അപ്പോൾ തിരക്കിനിടയിൽ ഇങ്ങനെ ഓടിച്ച് പോകും. കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, നോ അതിന് എൻജിൻ ഓയിലില്ല, എന്തോ സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ പോവുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ സർവീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് അവർ തുറന്നു നോക്കുമ്പോൾ ആ ഓയിൽ മുഴുവൻ വറ്റിപ്പോയി. അതിൻ്റെ സൗണ്ട് മാറി. അതിനകത്ത് പിസ്റ്റണിന് പ്രശ്നം വന്നു, അതിനകത്ത് പ്രശ്നങ്ങളുണ്ടായി. സോ ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓടിയെങ്കിലും ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു ഓട്ടമായിരുന്നത്. ആ എൻജിൻ തകർന്നു പോയേനെ, കുറേ കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോയേനെ. എന്നാൽ ഇതുപോലെയാണ് നമ്മുടെ ലൈഫിലും പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്. ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നാം വല്ലാതെ സ്ട്രഗിൾ ചെയ്യും. വല്ലാത്തൊരു മെഷീൻ്റെ അകത്ത് ഓയിലില്ലാത്തതുപോലൊരു സ്ട്രഗിൾ നമ്മൾ അനുഭവിക്കും. അപ്പോൾ നമുക്ക് ഈ വർഷം സൂപ്പർ നാച്ചുറൽ ഗ്രേസിൽ ജീവിക്കണം. ദൈവത്തിൻ്റെ ഒരു മഹാകൃപ നമ്മിലൂടെ ഒഴുകണം. തന്നെത്താൻ ചെയ്യുവാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ അഭിഷേകം വരുമ്പോൾ വളരെ ഈസിയായി ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് വചന ശുശ്രൂഷ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് വചനം ശുശ്രൂഷിക്കുന്നതും എന്തെങ്കിലുമൊക്കെ വചനം പഠിച്ചു വെച്ച് പറയാൻ ശ്രമിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. പലരും പറഞ്ഞിട്ട് അനോയിൻറ്റിങ് അതുപോലെ ഓപ്പറേറ്റ് ചെയ്യാത്ത സമയത്തൊക്കെ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ചാൽ മതി എന്ന് തോന്നിപ്പോവും.
1.5 മണിക്കൂർ പറയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ച കാര്യം 12 മിനിറ്റ് ആകുമ്പോൾ തീർന്നു പോകും. എന്നാൽ അനോയിൻറ്റിങ് ഉണ്ടെങ്കിലോ, നല്ല അഭിഷേകത്തിലാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ 1.5 മണിക്കൂറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത മെസ്സേജ് 4-5 ദിവസം പ്രസംഗിച്ചാലും തീരില്ല. കാരണം അതിൽ നിൻ്റെ അകത്ത് നിന്നും കൂടുതൽ വെളിപാടുകളും കൂടുതൽ ദൂതുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് ശുശ്രൂഷയെക്കുറിച്ച്. ഇനി വിവാഹ ജീവിതമാകട്ടെ, സാധാരണ ജോലിയാകട്ടെ, കിച്ചണിലെ വർക്കാകട്ടെ, എന്തിനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ ഈസിയായി അത് ചെയ്യാൻ സാധിക്കും. ഞാനതാ പറഞ്ഞത്, അഭിഷേകം ഒത്തിരി തരത്തിലുണ്ട്. സ്റ്റേജിൽ ദൈവവചനം പ്രസംഗിക്കാനും അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മാത്രമല്ല അഭിഷേകം. നമ്മുടെ നിത്യജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഈ അഭിഷേകം ആവശ്യമാണ്. ഇവിടെ 23-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം അറിയാം. ദാവീദ് ഒരു ഇടയനായി ഇടയപരിപാലനം ചെയ്തുകൊണ്ടിരുന്ന, ആടുകളെ നോക്കിക്കൊണ്ടിരുന്ന കാലത്ത്, പരിപാലിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ആ കോണ്ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. താനും ആടുകളും, അതിന് പകരം ദൈവം ഇടയനും താൻ ആടുമായിട്ട് മാറുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് നേരെ ദൈവവും താനും തമ്മിലുള്ള ബന്ധത്തിൽ അപ്ലൈ ചെയ്തിട്ടാണ് അദ്ദേഹം ഇതെഴുതുന്നത്. ഇവിടെ അദ്ദേഹം ഈ അനോയിൻറ്റിങ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഒത്തിരി രീതിയിലുള്ള അനോയിൻറ്റിങ് ഉണ്ടായിരുന്നതിൽ ചില ആളുകൾ ഈ അനോയിൻറ്റിങ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. മുറിവുണ്ടായാൽ എണ്ണ ഒഴിച്ചാണ്. ഇന്നത്തെ രീതിയിലുള്ള ചികിത്സാക്രമങ്ങളില്ലാത്ത ആ കാലത്ത് ഈ ഓയിൽ ഒഴിച്ചാണ് മുറിവുകൾ ഉണക്കുന്നത്. ഇത് കൂടാതെ ഈ ആടുകളുടെ ചെമ്മരിയാടല്ല, ഒത്തിരി രോമം ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്തോട്ട് ക്ഷുദ്രജീവി ഇൻസെക്ട്സ് കയറിയിട്ട് അതിൻ്റെ അകത്ത് കയറി ഇതിൻ്റെ ബ്ലഡ് സക്ക് ചെയ്യും, ചോര കുടിക്കും. അതിന് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇടയന്മാർ ചെയ്യുന്നത് ഒരു പ്രത്യേകതരം സെൻറ്റുള്ള ഓയിൽ എടുത്തിട്ട്, നല്ല മണമായിരിക്കും, ഈ ആടിൻ്റെ രോമത്തിന് മുകളിലൂടെ തേച്ച് പിടിപ്പിക്കും. ഇപ്പം നമ്മൾ തലയിൽ എണ്ണ തേക്കില്ല, അതുപോലെ തേച്ച് പിടിപ്പിക്കും. ഈ സ്മെല്ല് കൊണ്ട് ഇൻസെക്ട്സ് അതിൻ്റെ അകത്തേക്ക് കയറില്ല. അപ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്, ക്ഷുദ്രജീവികളിൽ നിന്നും, രക്തം കുടിക്കുന്ന ടൈപ്പ് ജീവികളിൽ നിന്നും ആടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയന്മാർ അപ്ലൈ ചെയ്തിരുന്ന അനോയിൻറ്റിങ് ഓയിലുണ്ട്. അതാണ് രണ്ടാമത്തേത്. 3, റിഫ്രഷ് വെറി ഷീപ്പ്. വളരെ തകർന്നിരിക്കുന്ന ആടുകളെ, തളർന്നു വരുന്നതിനെ ഇതുപോലെ തന്നെ എണ്ണ ഒഴിച്ച്, ശിരസിലൊക്കെ എണ്ണ ഒഴിച്ചൊന്ന് തണുപ്പിച്ച് റിഫ്രഷ് ചെയ്യുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ദിസ് വേഴ്സ് റിവീൽസ് എ ഗോഡ് ഹു ഹീൽസ് വാട്ട് ഈസ് വൂണ്ടഡ്. അപ്പോൾ ദൈവം ഇടയനാകുമ്പോൾ ദൈവം നമ്മുടെ മേൽ എണ്ണ പകരുന്നു. ഈ 3 രീതിയിലെടുത്താൽ, ഇനി ഒത്തിരി ഉണ്ട്. അതിൻ്റെ അർത്ഥം ഗോഡ് ഈസ് എ ഗോഡ് ഹു ഹീൽസ് വാട്ട് ഈസ് വൂണ്ടഡ്. മുറിവേറ്റവരെ സൗഖ്യമാക്കുന്ന ഒരു അഭിഷേകം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് ഹീലിംഗ് അനോയിൻറ്റിങ്. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മുറിവേറ്റിട്ടുണ്ടോ? മനുഷ്യരിൽ നിന്ന്, മനുഷ്യരുടെ വാക്കുകളിൽ നിന്ന്, ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ ഇൻലോസിൽ നിന്ന്, ഔട്ട്ലോസിൽ നിന്ന്, ചർച്ചിനകത്ത്, വിശ്വാസികളുടെ ഇടയിൽ നിന്ന്, ദൈവദാസന്മാരിൽ ആയിരുന്നു ആയിക്കോട്ടെ, നിങ്ങൾ മുറിവേറ്റിട്ടുള്ള വ്യക്തിയാണോ? മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ എണ്ണ തേച്ച് സൗഖ്യമാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ തന്നെ മുറിവെണ്ണ എന്ന പേരിൽ ഒരു എണ്ണ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് മുറിവുള്ള ആളുകൾ അത് ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഹീലിംഗ് എന്തോ ഉണ്ട്. ഈ ഇസ്രായേലിൽ അവർ മുറിവുകൾക്ക് എണ്ണ ഉപയോഗിച്ചിരുന്നത് പോലെ അതിൻ്റെ ഉപമ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പാരലൽ ഇങ്ങനെയാണ്. കർത്താവ് നമ്മെ എണ്ണ തേപ്പിച്ച് നമ്മുടെ മുറിവുകളെ ഉണക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ, മനസ്സിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ ഭയങ്കരമായ മുറിവുണ്ടായി, നമുക്കറിയാം ഇവിടെ ഒരു കട്ടുണ്ടായി, ആ മുറിവ് അതുപോലെ തന്നെ ഇരുന്നാൽ കുറേ കഴിയുമ്പോൾ അതിൽ ഇൻഫെക്ഷനാവും. ഇൻഫെക്ഷനായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങൊന്ന് കൂടുമെങ്കിലും അകത്ത് പസ്സുണ്ടായിരിക്കും. അത് വന്ന് വീങ്ങി അത് ചിലപ്പോൾ പൊട്ടും, അത് കുറച്ചുകൂടി വലുതാവും, അത് പിന്നെയും വലുതാവും. ഇങ്ങനെ ഒരു ഭാഗം മുഴുവൻ പഴുപ്പ് ബാധിക്കും. പക്ഷെ വേദന അസഹ്യമായിരിക്കും. എന്നാൽ അവിടെ ഹീലിംഗ് ഓയിൽ ഒഴിച്ച് സൗഖ്യമാക്കിയാൽ പെട്ടെന്ന് മുറിവുണങ്ങിയാൽ വേദന അവസാനിച്ചു, എല്ലാം അവസാനിച്ചു.
ഈ ഒരു കാര്യം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കുന്ന അവൻ്റെ അനോയിൻറ്റിങ് നമ്മുടെ മേൽ അവൻ പകരും. അത് ഈ സമയത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾക്കത് പ്രാപിക്കാം. ഏതെങ്കിലുമൊക്കെ മുറിവുകളുണ്ടെങ്കിൽ കർത്താവ് ഇവിടെ ഒരു വൂണ്ടുണ്ട്, എന്നെ ഒന്ന് ഹീൽ ചെയ്യണമേ. ഒരു സ്ഥലത്ത് ചെന്നിട്ടും ഒരു കൗൺസിലിങ്ങിന് ഇരുന്നിട്ടും ഒന്നും ഹീലാകാത്ത വൂണ്ട്സ് പരിശുദ്ധാത്മാവ് തൻ്റെ ഓയിൽ ഉപയോഗിച്ച് സൗഖ്യമാക്കും. അതിപ്പോൾ നടക്കട്ടെ. മറ്റൊന്ന് നേരത്തെ പറഞ്ഞല്ലോ, പ്രൊട്ടക്ട്സ് വാട്ട് ഈസ് വൾണറബിൾ. ഏതെങ്കിലുമൊക്കെ അറ്റാക്സ്, ഡിമോണിക് അറ്റാക്സ്, പൈശാചിക ശക്തികൾ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ? ഈ അനോയിൻറ്റിങ് ഓയിൽ ഉപയോഗിച്ച് അവിടെ ഒരു പ്രൊട്ടക്ഷൻ അത് നമ്മുടെ മേൽ പുരട്ടുമ്പോൾ, പുതിയ എണ്ണ നമ്മെ തേപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്, പൈശാചിക ശക്തികൾ ആടുകളെ തേപ്പിക്കുമ്പോൾ ക്ഷുദ്രജീവികൾക്ക് അതിൻ്റെ സ്മെല്ല് കൊണ്ട് അടുക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സ്മെല്ലുള്ളപ്പോൾ പൈശാചിക ശക്തികൾ അടുത്തുപോലും വരാതെ പൊക്കളയും. മറ്റൊന്നാണ്, ദീസ് അനോയിൻറ്റിങ് എംപവേഴ്സ് വാട്ട് ഈസ് കോൾഡ്. ദൈവം നമ്മെ വിളിച്ചെങ്കിൽ ആ വിളിച്ച വിളിക്കൊത്തവണ്ണം ഒരു ശുശ്രൂഷ ചെയ്യാൻ അവൻ നമ്മെ സഹായിക്കും. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് എഴുതി വെക്കണം, ടൈപ്പ് ചെയ്ത് ലൈവ് ചാറ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഇടണം. അനോയിൻറ്റിങ് ഈസ് ഗോഡ്സ് പേഴ്സണൽ ടച്ച് അപ്പോൺ എ ലൈഫ്. ഒരു ജീവിതത്തിൻ്റെ മേൽ, ഒരു വ്യക്തിയുടെ മേലുള്ള ദൈവത്തിൻ്റെ വ്യക്തിപരമായ സ്പർശം ആണ് അഭിഷേകം. ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ഇൻഡിവിജ്വലായി കണ്ടാണ് അഭിഷേകം ചെയ്തത്. ഇത് എഴുതിയ ആൾ ദാവീദ് വീട്ടിൽ എട്ടാമത്തെ മകനായിട്ടാണ് ജനിച്ചത്. ഏറ്റവും ഇളയവനാണ്. അപ്പോൾ ഏറ്റവും ഇളയ കുട്ടികളെ പലർക്കും വാത്സല്യം തോന്നുമെങ്കിലും വളർന്ന് വലുതായി കഴിയുമ്പോൾ അവൻ കൊച്ചനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള പേര് കുഞ്ഞുമോൻ, പൊടിമോൻ എന്നൊക്കെ പറഞ്ഞ് പേരിടും. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ദാവീദിനെ വീട്ടിൽ ഒരു റിജക്റ്റഡ് കേസ് ആയതുകൊണ്ട് അവന് പുറത്തേക്ക് നടക്കുവാണ്. പക്ഷേ ദൈവം ചെയ്തത്, അവനെ തിരഞ്ഞെടുത്തപ്പോൾ വളരെ വ്യക്തമായി ഈ 7 പേര് അവിടെ നിൽക്കുമ്പോൾ കൃത്യമായ ഒരാളെ ചൂസ് ചെയ്ത് അവൻ്റെ മേൽ അഭിഷേകത്തെ കർത്താവ് പകർന്നു. ഇതുപോലെ ഞാൻ നിങ്ങളെ നോക്കി പറയാം, നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിലും, നിങ്ങളെ കർത്താവ് വ്യക്തിപരമായി കണ്ട് നിങ്ങളുടെ മേലൊരു അഭിഷേകം കർത്താവ് പകരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോഡ്സ് എനേബിൾമെൻറ്റ്, ഇറ്റ് ഈസ് ഗോഡ്സ് എംപവറിങ് ആൻഡ് നോട്ട് ഹ്യൂമൻ എഫേർട്ട്. മാനുഷികമായ ഒരു വലിയ പരിശ്രമം അല്ല, ദൈവത്തിൽ നിന്നുള്ള ശാക്തീകരണമാണ് അഭിഷേകം. അങ്ങനെ വരുമ്പോൾ ഈ ദാവീദ് തന്നെ പറയുന്നത്, യു അനോയിൻറ്റ് മൈ ഹെഡ് വിത്ത് ഓയിൽ. എൻ്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ദൈവമാണ് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്നാണ് ഈ അഭിഷേകം വരുന്നത്. സോ അനോയിൻറ്റിങ് മീൻസ് വാട്ട് യു കുഡൻറ്റ് ഡു നാച്ചുറലി, ഗോഡ് എംപവേഴ്സ് സൂപ്പർ നാച്ചുറലി. സാധാരണ രീതിയിൽ ചെയ്യുവാൻ കഴിയാത്ത കാര്യം അസാധാരണമായ രീതിയിൽ ചെയ്യുവാൻ ദൈവം ശക്തി നൽകുന്നു. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പോവുക. വാട്ട് ഡ്രെയിൻഡ് യു ബിഫോർ നൗ ഫ്ലോസ് വിത്ത് ഗ്രേസ്. നേരത്തെ അത് ചെയ്ത് ആകപ്പാടെ തകർന്നു പോയെങ്കിൽ ഇപ്പോൾ വളരെ ഒഴുക്കോടെ, വളരെ ഫ്രീ ആയിട്ട്, എഫേർട്ട്ലെസ് ആയിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നു. ആ ഒരു കൃപ, ആ ഒരു ശാക്തീകരണം. വാട്ട് വാസ് ഹെവി നൗ ബിക്കംസ് ലൈറ്റർ. വളരെ ഭാരിച്ച ഒന്നായി തോന്നിയ കാര്യം ഇപ്പോൾ വളരെ ഒട്ടും ഭാരമില്ലാതെ ചെയ്യാൻ തോന്നുന്നു. ആർക്ക് വേണം? നിങ്ങൾക്ക് ശരിക്കും അത് വേണമെങ്കിൽ ഐ വാണ്ട് ദാറ്റ് അനോയിൻറ്റിങ് ടൈപ്പ് ചെയ്യുക. ഏത് മേഖലയായാലും, ജോലിയുടെ കാര്യത്തിലായാലും, ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും, ശുശ്രൂഷയുടെ കാര്യത്തിലായാലും, പഠനമായാലും, അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വാട്ട് വാസ് ഹെവി നൗ ബിക്കംസ് ലൈറ്റർ, ഐ വാണ്ട് ദാറ്റ് അനോയിൻറ്റിങ്. പറഞ്ഞേ, ഐ വാണ്ട് ദാറ്റ് അനോയിൻറ്റിങ്. എൻ്റെ മൊത്തം ജീവിതം എടുത്തു നോക്കിയാൽ ഞാൻ ഒറ്റക്കായി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തോറ്റ് തുന്നം പാടിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും പലപ്പോഴും എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അത് സ്ട്രഗിളാണ്. വല്ലാതെ വിഷമിച്ച് നാട് ഒടിഞ്ഞ് നമ്മൾ ചെയ്യും. പക്ഷെ ദൈവം നമ്മെ ശക്തീകരിക്കുമ്പോൾ എന്ത് ഈസിയാണ്. ആ ഒരു അനോയിൻറ്റിങ്, ആ ഒരു എംപവർമെൻ്റാണ് നമുക്ക് ആവശ്യം. ഇറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ ലൈഫ്. ഓയിൽ റീപ്ലേസസ് സ്ട്രെയിൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ
അസാധാരണമായ ഒരു ജീവിതമാണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ പറയുന്ന ഓയിൽ എന്ന് പറയുന്നില്ല. ആ ഓയിൽ നമ്മുടെ എല്ലാ, എങ്ങനെയാണ് അതിൻ്റെ പറയേണ്ടത്, ആ കാഠിന്യത്തെയും നമ്മുടെ കഠിന പ്രയത്നത്തെയും എടുത്തു മാറ്റുന്നു. കർത്താവ് തന്നെ പറയും, മൈ യോക്ക് ഈസ് ഈസി, അല്ലേ? എൻ്റെ നുകം വളരെ മൃദുവാകുന്നു, അത് വളരെ എളുപ്പമുള്ളതാകുന്നു. അനോയിൻറ്റിങ് ബ്രിങ്സ് ഹീലിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. കർത്താവിൽ നിന്നുള്ള അഭിഷേകം നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ഭയങ്കരമായ സൗഖ്യവും, മനസ്സിലെ ഊണ്ടുകൾ മാറിപ്പോകുന്നു, സൗഖ്യവും അതുപോലെ തന്നെ ഭയങ്കരമായ സംരക്ഷണവുമാണ്. അപ്പോൾ ഇവിടെയുള്ള ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീലിംഗ് ഫോർ ദ ബ്രോക്കൺ, തകർന്നിരിക്കുന്നവർക്കുള്ള ഒരു സൗഖ്യം അതിൽ നടക്കും. പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും വിടുവിക്കും. റിഫ്രഷ്മെൻറ്റ് ഫോർ ദ വിയറി, ഞാൻ നേരത്തെ പറഞ്ഞു, ഭയങ്കരമായി ക്ഷീണിച്ചും തകർന്നു വിരിക്കുന്നവർക്ക് ഒരു പുതിയ ജീവൻ നൽകുന്നതായിരിക്കും. ഗോഡ്സ് അനോയിൻറ്റിങ് ഹീൽസ് ഇമോഷണൽ വൂണ്ട്സ്, എല്ലാവിധ വൈകാരിക മുറിവുകളും ദൈവത്തിൻ്റെ ഈ അഭിഷേകം എടുത്തു കളയും. ഗോഡ്സ് അഗെയിൻസ്റ്റ് സ്പിരിച്വൽ അറ്റാക്സ്, എല്ലാ ആത്മീയമായ അറ്റാക്സ്, ആക്രമണങ്ങളിൽ നിന്നും ഒരു വലിയ വിടുതൽ നൽകും. റെസ്റ്റോഴ്സ് ജോയ് ആൻഡ് സ്ട്രെങ്ത്, സന്തോഷവും ശക്തിയും തിരിച്ചു തരും. എന്തോ ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫോക്കസ് എങ്കിൽ ഇതിനകത്തിരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കും. ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോവാം. വീട്ടമ്മമാരോട് ഞാൻ പറയുന്നു, ജോലിക്കാരോട് ഞാൻ പറയുന്നു, എൻജിനീയേഴ്സിനോട്, പ്രൊഫഷണൽസിനോട്, സ്റ്റുഡൻസിനോട്, നഴ്സുമാരോട്, ഡോക്ടേഴ്സിനോടൊക്കെ ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഭയങ്കരമായി പ്രയാസപ്പെട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയും ശക്തിയും നിറഞ്ഞിട്ട് വളരെ ഈസിയായി നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കണം, ഈ ഒരു വർഷം, ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ, ഈ ഒരു വർഷം ഗാഡ് ഈസ് നോട്ട് ഇഗ്നോറിങ് യുവർ വൂണ്ട്സ്, ഹീ ഈസ് അനോയിൻറ്റിങ് യുവർ വൂണ്ട്സ് ആൻഡ് ഹീലിംഗ് ദം. കഴിഞ്ഞ വർഷങ്ങളിലെ മുറിവുകളുമായി ഈ വർഷം ജീവിക്കരുത്. അതെല്ലാം ഹീലായി വളരെ ആരോഗ്യത്തോടെ, ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ഈസ് യുവർ ഇൻഹെറിറ്റൻസ്, ഇല്ലേ? രോഗസൗഖ്യവും ആരോഗ്യവും ഞാൻ വരുത്തുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സോ അനോയിൻറ്റിങ് കോസസ് ഓവർഫ്ലോ, നോട്ട് ജസ്റ്റ് സർവൈവൽ. അഭിഷേകമുണ്ടെങ്കിൽ ഒരു നിറഞ്ഞ കവിഞ്ഞ് ഒഴുക്കുമുണ്ട്. ഡേവിഡ് സേസ് മൈ കപ്പ് ഓവർഫ്ലോസ്. ദാവീദ് എന്താ പറയുന്നത്? എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. Anointing is not just enough. Anointing produces overflow. അഭിഷേകം എന്ന് പറയുന്നത് കഷ്ടിച്ചങ്ങ് കഴിഞ്ഞുകൂടാനുള്ള പരിപാടിയല്ല. അനോയിൻറ്റിങ് പ്രൊഡ്യൂസസ് ഓവർഫ്ലോ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, മൈ കപ്പ് ഓവർഫ്ലോസ്, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. അതൊരു ഭയങ്കര സംഭവമല്ലേ? വിശ്വസിക്കാൻ പറ്റുമോ? നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന ഒരനുഭവം സ്വന്തം ജീവിതത്തിലുണ്ടാകും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഇവിടെ ഓവർഫ്ലോ ഓൾസോ മീൻസ് ഗ്രേസ് ബിയോണ്ട് യുവർ കപ്പാസിറ്റി. സാധാരണ മാനുഷികമായ ഒരു കഴിവുണ്ട്, ഒരു ഹ്യൂമൻ കപ്പാസിറ്റി. അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും ചെയ്യുവാനാണ് ഈ അഭിഷേകം. പ്രൊവിഷൻ ബിയോണ്ട് യുവർ കാൽക്കുലേഷൻ. ഒരുപക്ഷെ കണക്ക് കൂട്ടാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള സപ്ലൈ, അത്രയും കാര്യങ്ങൾ കർത്താവ് സപ്ലൈ ചെയ്യും. സ്ട്രെങ്ത് ബിയോണ്ട് യുവർ ലിമിറ്റേഷൻ. നിങ്ങളുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്, നിങ്ങളുടെ ഒരു പരിമിതിയുണ്ട്, അതിനപ്പുറത്തേക്കുള്ള ശക്തി. ഇപ്പോൾ ഈ വർഷം കർത്താവ് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, ഗാഡ് ഈസ് മൂവിങ് ഹിസ് പീപ്പിൾ, ഹിസ് ചിൽഡ്രൻ ഫ്രം സർവൈവൽ മോഡ് ടു ഓവർഫ്ലോ ലിവിങ്. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടുന്നൊരു രീതിക്കപ്പുറത്തേക്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നൊരനുഭവത്തിൽ ജീവിക്കാനാണ് കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകളിൽ അഭിഷേകം പോരാ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ. ഫ്രഷ് ഓയിൽ ഈസ് നീഡഡ് ഫോർ എവറി ന്യൂ സീസൺ. ഇവിടെ പുതിയ എണ്ണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ എണ്ണ എന്ന് പറയുമ്പോൾ പഴയ എണ്ണയല്ല. അതിൻ്റെ അർത്ഥം ഓരോ സീസണിലും ജീവിക്കാൻ, പുതിയ പുതിയ ശുശ്രൂഷകൾ ചെയ്യാൻ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ഫ്രഷ് ഓയിൽ ഈസ് നീഡഡ്. ടൈപ്പ് ചെയ്ത് വെക്കുക, ഫ്രഷ് ഓയിൽ ഈസ് നീഡഡ് ഫോർ എവറി ന്യൂ സീസൺ. എഴുതി വെക്കുക. ഓരോ പുതിയ കാലഘട്ടത്തിനും പുതിയ എണ്ണ ആവശ്യമാണ്, അല്ലെങ്കിൽ പുതിയ അഭിഷേകം ആവശ്യമാണ്.
പുതിയ ശുശ്രൂഷ ചെയ്യാൻ, പുതിയ കാലഘട്ടത്തിൽ ജീവിക്കാൻ, പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, പുതിയ പദ്ധതികൾ രൂപീകരിച്ച് പൂർത്തിയാക്കാൻ എന്താവശ്യമാണ്? ഫ്രഷ് ഓയിൽ ആവശ്യമാണ്. ഇൻ അതർ വേർഡ്സ്, ഓൾഡ് ഓയിൽ കനോട്ട് സസ്റ്റെയിൻ ന്യൂ അസൈൻമെൻറ്റ്സ്. പഴയ എണ്ണയും കൊണ്ടിരുന്നാൽ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ, അസൈൻമെൻറ്റ്സ് തീർക്കാൻ നമുക്ക് സാധ്യമല്ല. സോ ഗോഡ് റിലീസസ് ഫ്രഷ് ഓയിൽ ഫോർ ന്യൂ റെസ്പോൺസിബിലിറ്റീസ്, ഫ്രഷ് ഓയിൽ ഫോർ ന്യൂ ബാറ്റിൽസ്, ഫ്രഷ് ഓയിൽ ഫോർ ന്യൂ ലെവൽസ് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്. പുതിയ എണ്ണ എന്തിനാണ് കർത്താവ് പകരുന്നത്? പുതിയ ഉത്തരവാദിത്തങ്ങൾ, ഈ 2026 പുതിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടി കർത്താവ് പുതിയ എണ്ണ അവൻ പകരും. അതുപോലെ പുതിയ യുദ്ധങ്ങളും പോരാട്ടങ്ങളുമായിരിക്കും ഈ വർഷം. അങ്ങനെ വരുമ്പോൾ അതിനാവശ്യമുള്ള ഫ്രഷ് ഓയിൽ കർത്താവ് പകരും. ആൻഡ് ന്യൂ ലെവൽസ് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്, കഴിഞ്ഞ നാളുകളിലെ ഫലപ്രാപ്തിയല്ല, അതിനേക്കാൾ വലിയ ഫലം കായ്ക്കുവാൻ ഫ്രഷ് ഓയിൽ കർത്താവ് പകരും. ആൻഡ് ഇന്ന് കർത്താവ്, ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ നിങ്ങളുടെ മേൽ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരികയാണ്. ഒരു ഫ്രഷ് ഓയിൽ കർത്താവ് ഇന്ന് പകരാൻ ആഗ്രഹിക്കുന്നു. സോ ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുക. കൈകൾ നീട്ടിപ്പിടിക്കുക. കർത്താവേ, ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ ഈ വർഷത്തേക്ക് ആവശ്യമുള്ള പുതിയ അഭിഷേകത്തെ അങ്ങ് റിലീസ് ചെയ്യണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇൻ ദ നെയിം ഓഫ് ജീസസ്, പുതിയ അഭിഷേകം ഉണ്ടാകട്ടെ. വിളിക്കപ്പെട്ട ആ നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള കൃപ അങ്ങയുടെ നാമത്തിൽ ഞാനിപ്പോൾ പകരുകയാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ഈ ടൂത്തിന് പ്രശ്നമുള്ള പല്ലുകൾക്ക്, അതുപോലെ ഗംസ്, പല്ലിൻ്റെ താഴെയുള്ള ആ ഗംസ് ഉണ്ടല്ലോ, മോണ പോലെയുള്ള ആ ഭാഗങ്ങളിലൊക്കെ ഒരു വലിയ ഹീലിംഗ് നടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു സൂപ്പർ നാച്ചുറലായ ഹീലിംഗ് ഇപ്പോൾ നടക്കട്ടെ. അതുപോലെ ചിലരുടെ കണ്ണുകളിൽ സൗഖ്യം നടക്കുന്നു. എന്ന് വെച്ചാൽ കണ്ണുകളുടെ കാഴ്ച, റെറ്റിന മുതൽ ഇങ്ങോട്ടുള്ള ഓരോ പാർട്ടുകളിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു ഹീലിംഗ് നടക്കട്ടെ. നിങ്ങൾക്ക് കൈകൾ അവിടെ വെച്ച് ഹീലിംഗ് സ്വീകരിക്കാം. കഴുത്തിൽ ചില സൗഖ്യങ്ങൾ നടക്കുന്നു, ഇൻ ജീസസ് നെയിം. ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിഡ്നികളിൽ സൗഖ്യമുണ്ടാകട്ടെ. കിഡ്നി സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ, ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് പോട്ടെ, ഇൻ ജീസസ് നെയിം. എല്ലാവിധ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവേ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോയുടെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇന്ന് പഠിച്ചത് നിങ്ങൾ വീണ്ടും ധ്യാനിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.